നമ്മുടെ പുതിയ ഫാമിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായി നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ തന്നെ വീട്ടിലുള്ള എല്ലാ പശു മൃഗാദികൾക്കും എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എന്താ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, ഇപ്പോഴത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റുന്ന ചൂടാണ്. നമുക്ക് തന്നെ മനുഷ്യന്മാർക്ക് തന്നെ സഹിക്കാൻ പറ്റുന്ന ചൂടാണ്. എന്നാലും പിന്നെ ഈ പക്ഷികളുടെ മൃഗങ്ങളുടെ കാര്യം പറയണോ? അപ്പോൾ ആ സമയത്ത് ഇവർക്ക് കൊടുക്കേണ്ട ഒരു ചെറിയ കെയറിങ് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മഴക്കാലത്ത് നമ്മൾ പറയാറുണ്ട് പനിയൊക്കെ വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് കോഴിയൊക്കെ മഴ നനയുമ്പോൾ. പക്ഷെ അതിനെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചൂട് സമയവും. ഈ സമയത്ത് കോഴിക്ക് നമ്മൾ കുറച്ച് കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ ചൂട് സഹിക്കാൻ വയ്യാതെ ഇതുങ്ങൾക്കും ജീവനൊക്കെ അപകടമൊക്കെ ഉണ്ടാവും. നമുക്ക് എന്നാന്ന് പോലും നമുക്ക് പിടികിട്ടത്തില്ല, എന്നിട്ടായിരിക്കും കോഴിയൊക്കെ അങ്ങ് വീണ് ചത്തുപോകുന്നത്. അപ്പം നമ്മൾ ഈ സമയത്ത് അതിന് കൂടുതൽ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് എപ്പോഴും നിങ്ങൾക്ക് വെള്ളം കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ രാവിലെ വെള്ളവും തീറ്റയും എല്ലാം കൊടുത്ത് അവരൊന്ന് റെസ്റ്റ് എടുക്കുന്ന ടൈമാണ്. എല്ലാവരും മുട്ടയ്ക്കൊക്കെ ആയിട്ട് കയറി ഇപ്പം വെള്ളം തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, ഇപ്പം ആ ടൈമാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഓക്കെ, ഇച്ചിരി കഴിയുമ്പോൾ ഒരു 11 മണി കഴിയുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും, സഹിക്കാൻ വയ്യാത്ത ചൂടായിരിക്കും, താങ്ങത്തില്ല. എപ്പോഴും നന്നായിട്ട് വെള്ളമൊക്കെ വെച്ച് കൊടുക്കണം കോഴിക്ക്. ഇപ്പോൾ എൻ്റെ ഈ കൂട് സെറ്റാക്കിയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇവരെ ഞാൻ ഫുൾ ടൈം ഓപ്പൺ ആക്കി വിട്ടേക്കുവാണ്. ഇത് ഇവരുടെ കൂടാണെങ്കിൽ ഇത് പുറത്തോട്ട് അവരെ അങ്ങ് വിട്ടേക്കുവാണ്, ക്ലോസ്ഡ് ആണ്. ഇത്ര ഏരിയയിൽ അത് ഫ്രീ ആണ്, അവർക്ക് ചൂടും കാര്യങ്ങളും ഒന്നും വലുതായിട്ട് ഉണ്ടാകത്തില്ല. പക്ഷേ കൂടുതൽ ആൾക്കാർക്കും ഹൈടെക് കൂടുണ്ടല്ലോ, മുട്ട ഒന്ന് സെപ്പറേറ്റ് വീഴുന്ന കൂടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഷീറ്റ് കുറച്ച് വെയിലത്തൊക്കെ ആയിരിക്കും കൂടുതൽ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഷീറ്റിൻ്റെ മുകളിൽ ഓലയോ അതുപോലെ എന്തെങ്കിലും വെച്ച് ഒരു മറ കൊടുക്കണം. ഡയറക്റ്റ് കോഴിക്ക് വെയിലേക്കാത്ത രീതിയിൽ കൊടുക്കണം. അതുപോലെ തന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ കോഴിത്തീറ്റ് തന്നെ കൊടുത്ത് വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അഴിച്ചു വിട്ട് ഇവർക്കെന്ന് പറഞ്ഞാൽ എത്തിയൊക്കെ ചെവഞ്ഞ് നടക്കാനൊക്കെ ഉള്ള ഇതുകൊണ്ട് ഞാൻ പച്ചക്കറികളുടെ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇലകളും എല്ലാം എപ്പോഴും ഇട്ട് കൊടുക്കും. അപ്പോൾ അവർ ഫ്രീ ആണ്, അവരെപ്പോഴും കൊത്തിയും പറക്കിയൊക്കെ തിന്ന് നടക്കും. പക്ഷേ അതല്ല, ഫുൾ ടൈം അടച്ചിട്ട് വളർത്തുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ കൂടിൻ്റെ അകത്ത് എപ്പോഴും ഇലകളോ പച്ചക്കറികളോ ഒക്കെ കൊടുക്കണം. അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഫുഡിൻ്റെ വേസ്റ്റുകളെല്ലാം, പച്ചക്കറികളുടെ വേസ്റ്റുകളെല്ലാം ഇപ്പോൾ ഈ ചൂട് സമയത്ത് നമ്മളൊക്കെ നന്നായിട്ട് തണ്ണിമത്തനും എല്ലാം വാങ്ങിച്ച് നന്നായിട്ട് കഴിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ തോടൊന്നും പാഴിക്കളയല്ലേ, അത് കൊത്തിയെരിഞ്ഞ് ഇപ്പോൾ കുഞ്ഞു കൂടാന്നുണ്ടെങ്കിൽ കൊത്തിയെരിഞ്ഞ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം കോഴി കഴിക്കും. ഇലകളും നന്നായിട്ട് കൊടുക്കണം. അതുപോലെ കോഴികളെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യണം. എന്തെങ്കിലും കുരുപ്പുകളോ കാര്യങ്ങളോ ഒക്കെ കോഴികൾക്ക് കണ്ണിൻ്റെയൊക്കെ അവിടെയൊക്കെ അതിൻ്റെ പൂവിലോ ഒക്കെ ആയിട്ട് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കണം, ശ്രദ്ധിക്കണം. ഒന്നിന് കണ്ടാൽ ഉടനെ അതിനെ തന്നെ മാറ്റിയിടുകയും ചെയ്യണം. പിന്നെ ഈ ചൂട് സമയത്ത് കോഴിപ്പേൻ്റെ ശല്യം ഒത്തിരി കൂടുതലുള്ള സമയമാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ തുറന്നു വിട്ടേക്കുന്ന കോഴിയാണെങ്കിൽ അവരിങ്ങനെ ഇവിടെയൊക്കെ ചെകഞ്ഞ് ഇവരിതിൻ്റെ ഇടയ്ക്ക് കിടക്കും. അപ്പം ഈ കോഴിപ്പേൻ്റെ ശല്യങ്ങളൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പോവും. അതല്ല, നമ്മൾ ഈ ഹൈടെക് കൂട്ടിലൊക്കെ വളർത്തുക എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോഴിയെ ചെന്ന് പിടിക്കുമ്പോഴോ കോഴിക്കൂടിൻ്റെ അടുത്തോട്ടൊക്കെ പോകുമ്പോഴോ ഒക്കെ നമ്മുടെ ദേഹത്തൊക്കെ ഇങ്ങനെ ഈ എന്തൊക്കെ സാധനം ഊരുന്ന പോലെ തോന്നും, ഓടി നടക്കുന്ന പോലെ തോന്നും. അത് ഈ കോഴിപ്പേൻ്റെ ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ കോഴികൾക്കൊന്നും അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ഇത് കിട്ടത്തില്ല. അപ്പോൾ എന്നാ ചെയ്യണം, നമ്മൾ ഇതിന് മരുന്ന് കിട്ടും, മെഡിക്കൽ സ്റ്റോറിൽ മരുന്ന് കിട്ടും കോഴിപ്പേനുള്ളത്. അത് വെള്ളത്തിലൊഴിച്ച് ഡയലൂട്ട് ചെയ്യുമ്പോൾ ഒരു ബക്കറ്റ് 3/4 ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ 5 ml ഒക്കെ എടുക്കാവുള്ളൂ. അത് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഓരോ കോഴിയെ പിടിച്ചെടുത്ത് മുക്കിയെടുക്കണം. തല മുങ്ങാത്ത രീതിയിൽ കോഴിയുടെ ദേഹം പിടിച്ച് ചിറകിൽ പിടിച്ചിട്ട് മുക്കിയെടുത്തിട്ട് വിടണം. അങ്ങനെ ചെയ്യുമ്പോൾ ആ കോഴിപ്പേൻ്റെ ശല്യമൊക്കെ കുറഞ്ഞ് കിട്ടും കേട്ടോ, കുറഞ്ഞിട്ടുള്ള മാർക്ക് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കും ബുദ്ധിമുട്ട്, കോഴികൾക്കും ബുദ്ധിമുട്ട്, കോഴികളൊക്കെ ക്ഷീണിച്ച് അതിന് വേറെ അസുഖങ്ങളിലേക്കൊക്കെ അത് വരും. അത് കൂടുതൽ നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള തുടക്കത്തിലേ ഈ കോഴിപ്പേൻ്റെ ശല്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ മണ്ണിലൊക്കെ നടക്കുന്ന കോഴിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുപോലെ ഇപ്പോൾ എൻ്റെ കൂടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറക്കപ്പൊടി ഇട്ടേക്കുവാണ്. ഇതിലൂടെ നമ്മുടെ ഈ അടുപ്പിലുള്ള ചാമ്പലുണ്ടല്ലോ, ചാരം, അതിട്ട് തൂവി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ കോഴിക്ക് ചെവഞ്ഞ് കിടക്കാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഈ കോഴിപ്പേൻ്റെ ശല്യമൊന്നും ഒട്ടും ഉണ്ടാകത്തില്ല. പിന്നെ ചിലർ പറയും ചൂടുകാലം ആകുമ്പം കോഴി മുട്ടയുടെ ഉൽപ്പാദനമൊക്കെ കുറയും എന്നൊക്കെ പറയുന്നു. പക്ഷേ എനിക്കിപ്പം ഇപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞു എൻ്റെ കോഴിയൊക്കെ മുട്ടയിടാൻ തുടങ്ങിയിട്ട്. ആരും അങ്ങനെ അടയായിട്ടോ ഒന്നുമില്ല, എല്ലാവരും ആക്റ്റീവായിട്ട് നേരത്തെ എങ്ങനെ കിട്ടുന്നു അതുപോലെ തന്നെ ഇപ്പോഴും മുട്ട കിട്ടുന്നുണ്ട്. അത് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യം, തീറ്റി കൊടുക്കുന്നത് അതിൽ എപ്പോഴും ഒരേപോലെ ആയിരിക്കും കൊടുക്കുന്നത്, അതിൽ മാറ്റം വരുത്താറില്ല. ഇപ്പോൾ ഇച്ചിരി പച്ചക്കറി വേസ്റ്റോ അല്ലെങ്കിൽ ഇത് അല്ലാത്ത വേസ്റ്റോ കൂടുതൽ കിട്ടിയെന്ന് എഴുതിയിട്ട് ഞാൻ കൊടുക്കുന്ന കോഴിത്തീറ്റയുടെ അളവിൽ അതിൽ മാറ്റം വരുത്താറില്ല. അതെന്നും ഒരുപോലെ കൊടുക്കാറ്. അത് കൂടാതാണ് എക്സ്ട്രാ ഈ കൂടുതലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. നമ്മൾ തീറ്റി ഒരേ സമയത്ത് എന്നും കോഴിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്നും ഒരേ സമയത്ത് ഒരേപോലത്തെ ഫുഡ് അത് അതേപടി മെയിൻറ്റെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ കോഴികളുടെ മുട്ട ഉൽപ്പാദനത്തെ ഒന്നും ബാധിക്കത്തില്ല കേട്ടോ.
എനിക്ക് ഇപ്പം ഇത്തിരി കോഴികൾ കുറഞ്ഞ പോലെ നേരത്തെ വീഡിയോ കണ്ടിലൊക്കെയാണ് ഇത്തിരി കുറഞ്ഞ പോലൊക്കെ ഉണ്ടാകും. ഞാൻ കുറച്ച് പൂവന്മാരെയൊക്കെ കൊടുത്തിട്ടുണ്ട്. പൂവന്മാരെല്ലാം കൂടെ ആയാലും ചെയ്യാത്തില്ല. ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പൂവന്മാരെ എനിക്ക് കിട്ടിപ്പോയി കേട്ടോ. അപ്പോൾ ഒത്തിരി എണ്ണം ആയാലും നമ്മളെ തീറ്റിച്ചെലവ് കണ്ടമാനം ഇതാവും. ഇപ്പോൾ ഒരു 9 മാസമൊക്കെ കഴിഞ്ഞു ഈ കോഴികൾക്ക്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇറച്ചിയൊക്കെ പൂവന്മാർക്കായാലും അത്യാവശ്യം ഇറച്ചി വെയിറ്റൊക്കെ ആയതുകൊണ്ട് പൂവന്മാരെ കുറച്ചൊക്കെ ഞാൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല നമുക്ക് നഷ്ടമില്ലാത്ത രീതിയിൽ നല്ല വിലയൊക്കെ കിട്ടും. പിന്നെ ഭയങ്കര ഡിമാൻഡാണ് നാടൻ കോഴി പൂവന്മാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. പിന്നെ ഞാൻ ചെറിയൊരു അഡ്വൈസായിട്ട് ഇതിൽ പറയുകയാണ്, ഈ കോഴിക്കൂടൊക്കെ പുതിയതായിട്ടൊക്കെ വെക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്തേക്കുന്ന പോലെ ഇപ്പോൾ കുറച്ച് കോഴിക്കാണെങ്കിൽ ഒരു കുഞ്ഞു കൂടും അതുപോലെ അതിന് പുറത്തോട്ടൊരു കൊച്ചു ഏരിയ ഇതുപോലെ തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ, ഒത്തിരി കോഴികൾക്കാണെങ്കിൽ ഇത്ര ഏരിയ വേണ്ടി വരും. കൊച്ചു കോഴികൾ ഒരു 10, 25, 30, 50 കോഴിയൊക്കെ വളർത്തുന്നവരാണെങ്കിൽ ഒരു കൂടിൻ്റെ ചുറ്റിനും ഇതുപോലെ ഫെൻസിങ്ങോ എന്തെങ്കിലും ചെയ്താൽ വല വലിച്ചു വല്ലതും കെട്ടിക്ക് കോഴിക്ക് ഇത് ഫ്രീ ആയിട്ട് നടക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കോഴികൾക്കുണ്ടാകുന്ന പാതി അസുഖവും നമുക്കുണ്ടാവുന്ന കൂടുതൽ ബുദ്ധിമുട്ടും മാറി കിട്ടും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട് കുറവെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കോഴിക്കൂട് ക്ലീനിങ് ആയിരുന്നു, വേസ്റ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ആ കാര്യത്തിൽ എനിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല. ഇവിടെ ആൾക്കാരൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട്, തൊട്ടടുത്ത് വന്ന് നിന്നാലും ഇവിടെ കോഴി ഇത്രയും വളർത്തുന്ന വീടെന്ന് പറയത്തേ ഇല്ല എന്ന് പറയുന്നു. കാരണം സ്മെല്ല് വരാറില്ലെന്ന്. ഓപ്പൺ ഏരിയയാണ്, മണലാണ് കിടക്കുന്നത്, എല്ലാം മണലാണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഒരു പ്രശ്നം വരാറില്ല. ഇതിനകത്ത് വെള്ളം വീഴുന്ന ഒരു പരിപാടിയേ ഇല്ല. കൂട് എപ്പോഴും ഡ്രൈ. ഞാൻ വെറുതെ ഒരു അത്യാവശ്യത്തിന് വെറുതെ ഒരു വെള്ളപ്പാത്രം ഇട്ടേക്കുന്നേ ഉള്ളൂ. കൂടിൻ്റെ അകത്ത് വെള്ളമോ തീറ്റയോ ഒന്നും ഞാൻ കൊടുക്കാറില്ല. അതെല്ലാം പുറത്താട്ടോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂട് എപ്പോഴും നല്ല ഡ്രൈ ആയിരിക്കും. യാതൊരു സ്മെല്ലോ ബുദ്ധിമുട്ടോ ഉണ്ടാകത്തില്ല. 7-8 മാസം കൂടുമ്പോൾ ഈ പൊടിയൊക്കെ നന്നായിട്ട് കറുത്തൊക്കെ ആവുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ മാത്രം നമുക്കിത് റിമൂവ് ചെയ്താൽ മതി. അതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് അടച്ചിട്ടേക്കുന്ന കോഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വേസ്റ്റ് റിമൂവ് ചെയ്ത് നമ്മുടെ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്, സഹിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. എനിക്ക് ആദ്യം അങ്ങനെ ആയിരുന്നു. പിന്നെ ഇപ്പോഴും ഈ കൂടി ഇങ്ങനെ സെറ്റ് ആയതിനു ശേഷമാണ് ഞാനിപ്പോൾ ഒത്തിരി ഫ്രീ ആയത്. പിന്നെ ഈ കോഴി വളർത്തൽ എന്ന് പറഞ്ഞൊരു കാര്യം ബുദ്ധിമുട്ടേ ഉണ്ടാക്കുന്ന കാര്യമാകത്തില്ല. രാവിലെ കോഴിയുടെ തീറ്റപ്പാത്രവും വെള്ളപ്പാത്രവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തീറ്റിട്ട് കൊടുത്താൽ പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഈ പച്ചിലകളോ കറികളോ കൊടുത്താൽ പിന്നെ വൈകുന്നേരം 2 നേരമാണ് ഞാൻ മെയിനായിട്ട് ഫുഡ് കൊടുക്കുന്നത്. രാവിലെ ഏർലി മോർണിംഗ് 7:30 ഒക്കെ ആകുമ്പോൾ ഞാൻ ഫുഡ് കൊടുക്കും. പിന്നെ ഒരു 2:30, 3 PM ഒക്കെ ആകുമ്പോൾ അടുത്ത സെക്ഷൻ തീറ്റ കൊടുക്കും. അത്രേ ഉള്ളൂ ഈ കോഴികൾ ഫുഡ് കൊടുക്കൽ പരിപാടി. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, എൻ്റെ നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കോഴികളൊക്കെ ഒന്നരാടെ ഞാൻ മുട്ടയിടുന്നുള്ളവർ. പക്ഷേ ഇത് തീറ്റി കറക്റ്റായിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഈ കോഴികളും നമ്മുടെ ഈ ഗ്രാമശ്രീ കോഴികൾ എന്നും മുട്ടയിടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കോഴികളെ മാറ്റി കുറച്ചൊന്ന് എത്ര നെറ്റ് കെട്ടിയെന്ന് പറഞ്ഞാലും ചെറിയ ഗ്യാപ്പിൽ കൂടെ ചാടി പോകുന്ന ഒരു 4-5 പേരുണ്ടായിരുന്നു. അവരെ ഞാൻ മാറ്റിയിട്ട് ഫുഡ് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഫുഡ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടുന്നതുകൊണ്ടാണോ അവരെന്നും മുട്ടയിടുന്നുണ്ട്. ഇതിൽ കുറച്ച് പേരൊക്കെ ഒന്നരാടെന്നാണ് മുട്ടയിടുന്നത്. അപ്പോൾ തീറ്റി കുറച്ചുകൂടെ ശ്രദ്ധിച്ചാൽ ഇവരും എന്നും മുട്ടയിടും കേട്ടോ. പിന്നെ അടയിരിപ്പ് കാര്യങ്ങളൊന്നും ഈ കോഴികൾക്ക് ഇത് ഉണ്ടായിട്ടില്ല കേട്ടോ. അത് കുറവാണ്, അടയിരിപ്പൊന്നുമില്ല. പിന്നെ ഈ തീറ്റി കൊടുക്കുമ്പോഴേ നമ്മൾക്ക് ഈ വാഴപ്പിണ്ടിയൊക്കെ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എൻ്റെ കോഴി ഞാൻ ശീലിപ്പിച്ച് വെക്കുവാണെങ്കിൽ എനിക്കത് അരിയേണ്ട കാര്യമൊന്നുമില്ല. വാഴപ്പിണ്ടി മുറിച്ച് ഒരു 4-5 മുറിച്ചിട്ട് തുളന്ന് കൊണ്ട് വെച്ചേക്കുവാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ അതിൻ്റെ നാര് കുറച്ച് മാത്രമേ കാണൂ, ബാക്കി മൊത്തം ഇവർ കഴിക്കും കേട്ടോ. അതല്ല കൊടുത്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അത് അരിഞ്ഞ് തീറ്റയാക്കി കൊടുക്കുവാണെങ്കിൽ നല്ല ജലാംശം ധാരാളം ഉണ്ടെന്ന വാഴപ്പിണ്ടിയിലൊക്കെ ഗുണമുണ്ട്. ഫൈബർ നാരല്ലേ, നല്ല ഫൈബറിൻ്റെ ഗുണം ഉണ്ടാവും. അപ്പോൾ ആ ഫുഡ് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പിന്നെ എന്തിലകളും വിഷാംശമൊന്നും ഇല്ലാത്ത വലിയ കൊച്ചിലകളെല്ലാം പോച്ചയായാലും എല്ലാം ഈ കോഴികൾക്ക് കൊടുക്കാം കേട്ടോ. ഇന്നൊന്നുമില്ല, എല്ലാം കൊടുത്താൽ തിന്നോളും. ഇവിടെ ഇപ്പോൾ എല്ലാവരുടെയും വയറൊക്കെ നിറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇലകളായിട്ട് കൊടുക്കുന്നത്. പിന്നെ പച്ചക്കറികളിലെ കുറച്ച് വേസ്റ്റ് ഉണ്ട്, അതും ഇലകളും അതുപോലെ വീട്ടിൽ മുട്ടത്തോടൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ ഒന്ന് കഴുകി ഒന്ന് പൊടിച്ച് എല്ലാം ഇട്ട് കൊടുക്കാം. ഇന്നൊന്നുമില്ല, എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ പറമ്പിൽ അയച്ചു വിടുന്ന കോഴികളാണെങ്കിൽ ചെകഞ്ഞും പറഞ്ഞു എന്തൊക്കെയായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ ഇന്നൊന്നുമില്ല, എല്ലാം കൊടുത്ത് വേണം വളർത്താൻ. പിന്നെ പുതിയതായിട്ടൊക്കെ കോഴിയെ എടുക്കാൻ പോകുന്നവരാണെങ്കിൽ ഇപ്പം ഭയങ്കര ചൂട് സമയമാണ്. ഇച്ചിരി ഒന്ന് ഒതുങ്ങിയിട്ടെടുക്കുക. ഇതിപ്പോൾ എത്ര ഏപ്രിലായില്ലേ, മാർച്ചായില്ലേ, ഏപ്രിൽ മെയ് അവസാനത്തോടെ അല്ലെങ്കിൽ മെയ് പാതിയൊക്കെ ആകുമ്പോൾ കോഴിക്കുഞ്ഞിനെയൊക്കെ എടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ചൂട് സമയത്ത് എടുത്താൽ എന്താ പറയുക, അസുഖങ്ങളൊക്കെ വരാൻ വേണ്ടി കൂടുതൽ ചാൻസ് ഉണ്ട്. ഒത്തിരി മഴ സമയത്ത് എടുക്കുന്ന പോലെ തന്നെ ഒത്തിരി ചൂട് സമയത്തും കോഴികളെ എടുക്കാതിരിക്കുക കേട്ടോ. അതുപോലെ ഈ സമയത്ത് കോഴി അട വെക്കുന്നത് മാക്സിമം മാറ്റുക. ചൂടാണ്, കോഴി അടയിരുന്ന അതിൻ്റെ സമയത്ത് അത് വെള്ളമൊക്കെ കുടിക്കാതെ അതിന് തീറ്റയൊക്കെ എടുക്കാതെ ചൂട് സഹിക്കാൻ വയ്യാതെ തള്ളക്കോഴികളൊക്കെ ചത്തൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് അട വെക്കുന്നത് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. ഒത്തിരി പേര് അട വെച്ച് ഇപ്പം വിരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും തള്ളയ്ക്കും ഒക്കെ അത് പ്രശ്നമാവും. ഒരു മാസം കൂടെ കഴിഞ്ഞിട്ട് അടയൊക്കെ വെച്ചെടുക്കുക.
ഇനി അസുഖങ്ങളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു വീഡിയോസ് ഇട്ടായിരുന്നു ഈ വെറ്റില കഷായം വെച്ച് കൊടുക്കുന്ന ഒരു വീഡിയോ. അത് മാസം ഒരിക്കലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ ഒരു മണിക്കൂറൊന്നും മെനക്കെട്ടാൽ മതി. നമ്മൾ അത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് ഒരു അസുഖം ഉണ്ടാകത്തില്ല. ഞാനൊരു ദൈവാനുഗ്രഹം കൂടെ ഉണ്ടോണ്ടായിരിക്കാം നമ്മുടെ കോഴികൾക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല. എല്ലാം നല്ല ആരോഗ്യം വന്നപ്പം തൊട്ടേ ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലാതാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ടൊക്കെ ആയിരിക്കും, ദോഷമൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇച്ചിരി മെനക്കെട്ടണമെന്നല്ല ഉള്ളോ. അപ്പോൾ അതൊക്കെ കൂടെയൊക്കെ വെച്ച് കോഴിക്ക് കൊടുക്കണം കേട്ടോ. നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം വീഡിയോക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്ക് കാണുന്നവരൊക്കെ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യാനും ഒന്നും മറക്കല്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.